ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററായ ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്ന യൂണിറ്റാണ്. ഈ അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് കുറേ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഒരു രാജാവ് തൻ്റെ രാജ്യത്തിലെ ഭൂമി മറ്റൊരാൾക്ക് എന്തിനാണ് ദാനമായി നൽകിയിരുന്നത്? രാജാവിന് അതിൽ നിന്ന് എന്ത് നേട്ടമാണ് ലഭിച്ചിട്ടുണ്ടാവുക? ഭൂമി സ്വീകരിക്കുന്ന വ്യക്തിക്ക് എന്തൊക്കെ അധികാരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായാണ് ഈ അധ്യായം നാം ചർച്ച ചെയ്യുന്നത്. മൗര്യ സാമ്രാജ്യത്തിനും പിന്നീട് വന്ന ഗുപ്ത സാമ്രാജ്യത്തിനു ശേഷം ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായി. ഒരു വലിയ സാമ്രാജ്യത്തിന് പകരം പല ചെറിയ ചെറിയ രാജ്യങ്ങളും രൂപപ്പെട്ടു. ഓരോ രാജ്യത്തിനും ഓരോ രാജാക്കന്മാരായിരുന്നു. ഈ രാജാക്കന്മാർക്ക് അവരുടെ രാജ്യം ഭരിക്കാനും ജനങ്ങളുടെ പിന്തുണ നേടാനും നിരവധി മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. അവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭൂമിദാനം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിദാനം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രാജാവ് തൻ്റെ അധികാരത്തിലുള്ള ഭൂമിയുടെ ഒരു ഭാഗം മറ്റൊരാൾക്ക് സൗജന്യമായി നൽകുന്നതാണ് ഭൂമിദാനം എന്ന് പറയുന്നത്. ഇത് സാധാരണയായി നൽകിയിരുന്നത് ബ്രാഹ്മണർക്ക്, ക്ഷേത്രങ്ങൾക്ക്, ബുദ്ധജൈന മഠങ്ങൾക്ക്, രാജാവിൻ്റെ ഉദ്യോഗസ്ഥർക്ക്, യുദ്ധത്തിൽ മികച്ച സേവനം ചെയ്തവർക്ക്. ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾക്കായിരുന്നു ഭൂമിദാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് വെറുമൊരു ഭൂമി നൽകൽ മാത്രമായിരുന്നില്ല, അതോടൊപ്പം നിരവധി പ്രത്യേക അവകാശങ്ങളും നൽകിപ്പോന്നിരുന്നു. ഭൂമിദാനത്തെക്കുറിച്ച് എങ്ങനെയും അറിവ് നേടിയിട്ടുണ്ടാവുക? ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ ചരിത്രകാരന്മാർ എങ്ങനെ കണ്ടെത്തി? അതിനുള്ള പ്രധാന തെളിവാണ് ചെമ്പു ശാസനങ്ങൾ എന്ന് പറയുന്നത്. രാജാക്കന്മാർ ഭൂമിദാനം നൽകിയ വിവരങ്ങൾ ചെമ്പു തകിടുകളിൽ കൊത്തിവെക്കും. ഇവയിൽ ആരാണ് ഭൂമി നൽകിയത്, ആർക്കാണ് ഭൂമി നൽകിയത്, എത്ര ഭൂമി നൽകി, ഏത് ഗ്രാമം നൽകി, ഏതെല്ലാം അവകാശങ്ങൾ നൽകി എന്നിവയെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇത്രയും വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ ചരിത്രമായി എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരുന്നത്? ചെമ്പു ശാസനകളിൽ. അവയിലാണ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ആരാണ് ഭൂമി നൽകിയത്, ആർക്കാണ് നൽകിയത്, എത്ര ഭൂമി നൽകി, ഏത് ഗ്രാമം നൽകി, എന്തെല്ലാം അവകാശങ്ങൾ നൽകി എന്നിവ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ചെമ്പു ശാസനകൾ ചരിത്രത്തിലെ പ്രധാന രേഖകളായി കണക്കാക്കുന്നത്. ഇനി പാഠഭാഗത്തിലെ ശാസനത്തെക്കുറിച്ച് നോക്കാം. വകാടക രാജാവായിരുന്ന വിദ്യശക്തി രണ്ടാമൻ പുറപ്പെടുവിച്ച ഉത്തരവായിരുന്നു ഇത്. ഈ ശാസനത്തിൽ ഒരു ഗ്രാമം ബ്രാഹ്മണർക്ക് ദാനമായി നൽകുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വെറും ഭൂമി മാത്രമല്ല നൽകിയിരുന്നത്, അതോടൊപ്പം നിരവധി അധികാരങ്ങളും നൽകിപ്പോന്നിരുന്നു. ശാസനത്തിൻ്റെ പ്രധാന ആശയങ്ങൾ നോക്കാം. ശാസനം ശ്രദ്ധിച്ചാൽ ചില പ്രധാന കാര്യങ്ങൾ മനസ്സിലാകും. അതിൽ ആദ്യത്തെയാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം. രാജാവ് ആ ഗ്രാമം മുഴുവനും ബ്രാഹ്മണർക്ക് നൽകിപ്പോന്നിരുന്നു. അതിനുശേഷം ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവർക്കാണ്. കൂടാതെ നികുതി പിരിക്കാനുള്ള അവകാശവും അവർക്കായിരുന്നു. ആ ഗ്രാമത്തിലെ കർഷകരിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അധികാരം ബ്രാഹ്മണർക്ക് ലഭിച്ചു. മുമ്പ് ഈ നികുതി രാജാവിനായിരുന്നു. ഇനി അത് ദാനം സ്വീകരിച്ചവർക്കാണ് ലഭിച്ചിട്ടുണ്ടാവുക. കൂടാതെ രാജാവിൻ്റെ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ പ്രവേശനമില്ലായിരുന്നെന്ന് ശാസനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. രാജാവിൻ്റെ ഉദ്യോഗസ്ഥർ ഈ ഗ്രാമത്തിൽ പ്രവേശിക്കരുത്. അവരുടെ നികുതി പിരിക്കാനോ മറ്റേതെങ്കിലും കാര്യത്തിൽ ഇടപെടാനോ പാടില്ല. ആ ഗ്രാമത്തിൽ താമസിക്കുന്നവർ പുതിയ ഭൂവുടമയുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമായിരുന്നു. അതിനാൽ ഗ്രാമത്തിൻ്റെ ഭരണത്തിനും വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയുണ്ടായി. നെക്സ്റ്റ് പേജ് നോക്കിയാൽ നമുക്കൊരു മാപ്പ് കാണാം. ഈ മാപ്പിൽ ഭൂമിദാനം നടത്തിയ പ്രധാന രാജവംശങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെയാണ് കുഷാനന്മാർ എന്ന് പറയുന്നത്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് ഇവർ ഭരിച്ചിരുന്നത്. അടുത്തതാണ് ഗുപ്തന്മാർ എന്ന് പറയുന്നത്. ഉത്തരേന്ത്യയിൽ ശക്തമായ സാമ്രാജ്യം സ്ഥാപിച്ചവരായിരുന്നവർ. ഗുപ്തകാലത്ത് ഭൂമിദാനം വളരെയധികം വർദ്ധിച്ചു പോന്നിരുന്നു. അടുത്തതാണ് ശാകന്മാർ എന്ന് പറയുന്നത്. ശാകന്മാർ രാജവംശം. പടിഞ്ഞാറൻ ഇന്ത്യയിലെ പ്രധാന ഭരണാധികാരികളായിരുന്നു ഇവർ. അടുത്തതാണ് വകാടകർ രാജവംശം. ഡെക്കാൻ മേഖലയിലാണ് ഇവർ ഭരിച്ചിരുന്നത്. പുസ്തകത്തിൽ കാണുന്ന ശാസനം ഇവരുടെ കാലഘട്ടത്തിലേതാണ്. ഫസ്റ്റ് പേജിൽ കാണുന്ന ശാസനം വകാടകർ രാജവംശത്തിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തതാണ് പല്ലവർ എന്ന് പറയുന്നത്. തമിഴ്നാടിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ ഭരിച്ചിരുന്ന രാജവംശമാണിത്. ബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങൾക്കും ധാരാളം ഭൂമിദാനം നൽകിപ്പോന്നിരുന്നു. അടുത്തതാണ് ചോളർ എന്ന് പറയുന്നത്. ചോളർ രാജവംശം തെക്കേ ഇന്ത്യയിലെ ശക്തമായ രാജവംശമാണ്. ക്ഷേത്രങ്ങൾക്ക് നൽകിയ ഭൂമിദാനങ്ങൾ വളരെ പ്രസിദ്ധമാണ് ഈ രാജവംശത്തിൻ്റെ കീഴിലുള്ളത്. അടുത്തതാണ് പാണ്ഡ്യർ എന്ന് പറയുന്നത്. പാണ്ഡ്യ രാജവംശം തമിഴ്നാടിൻ്റെ തെക്കൻ ഭാഗങ്ങളിൽ ഭരിച്ചിരുന്നതാണ് പാണ്ഡ്യ രാജവംശം എന്ന് പറയുന്നത്. ഇവരും ഭൂമിദാനം വ്യാപകമായി നടത്തിയിരുന്നു. ഈ യൂണിറ്റിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ,
ഗുപ്തകാലത്തിനു ശേഷം ഭൂമിദാനം വർദ്ധിച്ചു പോന്നു. രാജാക്കന്മാർ ബ്രാഹ്മണർക്കും ക്ഷേത്രങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ഭൂമി നൽകി. ഭൂമിയോടൊപ്പം ഭരണാധികാരവും നികുതി പിരിക്കാനുള്ള അവകാശവും നൽകിപ്പോന്നു. ഇതിലൂടെ ഗ്രാമഭരണത്തിനും സാമൂഹിക ഘടനയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സഹായകമായിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭൂമിദാനം എന്താണെന്നും അതിനെക്കുറിച്ച് എങ്ങനെ അറിയാമെന്നും വകാടക രാജാവിൻ്റെ ചെമ്പുശാസനം എന്താണ് പറയുന്നതെന്നും ഭൂപടത്തിൽ അഥവാ ഭൂമിദാനവുമായി ബന്ധപ്പെട്ട രാജവംശങ്ങൾ ഏതൊക്കെയാണെന്നുമാണ് ചർച്ച ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ ഭൂമിദാനം ഇന്ത്യൻ സമൂഹത്തിലുണ്ടാക്കിയ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ മാറ്റങ്ങൾ കൂടുതൽ വിശദമായി നമുക്ക് പഠിക്കാം.